ഡോക്ടർ ജയരാജ്, നമുക്കറിയാം NSS കാലാകാലങ്ങളായി എടുക്കുന്നൊരു സമീപനമാണ് ഈ സമദൂരം എന്നത്. അതെല്ലാം വിട്ട് ഇടതുപക്ഷ സർക്കാരിനോട് അനുഭാവം പുലർത്തുന്ന തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുക, ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭാഗമാവുക, ഈ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇപ്പോൾ UDF-ലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതുന്ന പ്രതിപക്ഷ നേതാവിനെ തുറന്ന് വിമർശിക്കുക, ഇപ്പോൾ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത്, വർഗീയത നമുക്കിവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതേ മന്ത്രിസഭയിലെ അംഗമായ സജി ചെറിയാൻ ഇന്ന് നടത്തിയിട്ടുള്ള വർഗീയ സ്വഭാവമുള്ള പരാമർശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളിക്ക് മൗനം കൊണ്ടും അല്ലാതെയും പിന്തുണച്ച CPM-ൻ്റെ സമീപനം നമ്മുടെ മുന്നിലുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇപ്പോൾ വരുന്ന ഈ SNDP NSS ഐക്യ നീക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് എന്ന വിലയിരുത്തലിനെ താങ്കൾ അംഗീകരിക്കുമോ? ഗോപികൃഷ്ണൻ, ഇതിനെ നോക്കിക്കാണേണ്ടുന്നത് NSS-ന് വളരെ കൃത്യമായ തീരുമാനങ്ങളുണ്ട്. സുകുമാരൻ നായർ സാർ ഇന്ന് പറഞ്ഞത് എന്താണ്? സെക്യുലർ ക്രെഡൻഷ്യൽസിനെ അറ്റാക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വലതുപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നത് എന്താണ്? മുസ്ലിം തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുവഴി BJP ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് പ്രത്യക്ഷമായും പരോക്ഷമായും കുറേ നാളുകളായിട്ട് കോൺഗ്രസ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബീഹാറിലെ 6 പേര് പോയതും മാറിയതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതാണ് അവരുടെ ഒരു ശ്രമത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവം. ആ സ്വഭാവത്തിനെതിരെ എപ്പോഴെല്ലാം സെക്യുലർ ക്രെഡൻഷ്യൽസിനെതിരെ അറ്റായിട്ടുണ്ട്, എപ്പോഴും സെക്യുലറിസത്തിൻ്റെ ഒരു സ്റ്റാൻഡാണ് NSS എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് തുടക്കത്തിലെ കാണാം. പിന്നെ മുസ്ലിങ്ങളെ അല്ലല്ലോ പറയുന്നത്, മുസ്ലിങ്ങളുടെ വർഗീയവാദികളെയല്ലേ പറയുന്നത്. മുസ്ലിങ്ങളെ ഭയന്നാണ് ക്രിസ്ത്യാനികൾ പോലും കേരളത്തിൽ താമസിക്കുന്നത് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച NSS ജനറൽ സെക്രട്ടറിയുടെ കാര്യമാണോ താങ്കൾ പറഞ്ഞത്? അങ്ങനെയല്ല. ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ AK ബാലൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണത് മുസ്ലിങ്ങൾക്കെതിരാവുന്നത്? മുസ്ലിം അതിനകത്തെ വർഗീയവാദികളെ, അതിനകത്ത് റാഡിക്കൽ ഇസ്ലാമിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഇസ്ലാമിനെതിരാവും? അങ്ങനെ ഒരു നറേഷൻ കെട്ടിപ്പടുക്കാനായിട്ട് കുറേ നാളുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ ശ്രീ ജയരാജ്, ഹിന്ദു ഐക്യത്തിൽ നസ്രാണികളെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും. കാരണം മുസ്ലിങ്ങളെ ഭയന്നാണ് ക്രിസ്ത്യാനികൾ പോലും ഇവിടെ ജീവിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞതും ഇതിനു മുൻപ് നിരന്തരമായി നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിൽ വെള്ളാപ്പള്ളി നടേശനിൽ ഒരു തെറ്റും കാണാതെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്ത NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാട്, അതിനെ താങ്കൾ എന്ത് പറയും? ഇന്ന് NSS ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും താല്പര്യമൊന്നുമില്ല, ഞങ്ങളുടെ നിലപാടുകൾ ഇതാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇതിനെ എങ്ങനെ വേണമെങ്കിലും വായിച്ചെടുക്കാം, ഇനി ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരിതായിട്ട്. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ കോൺഗ്രസ് കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പിനെതിരെയുള്ള അതിശക്തമായ പ്രതികരണമാണ് ഈ 2 സമുദായ സംഘടനയിലെ നേതാക്കന്മാരും കാണിച്ചത്. അത്തരത്തിലുള്ള ഏകീകരണത്തിൻ്റെ ആവശ്യത്തിനെക്കുറിച്ച് അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള നീക്കുപോക്കുകൾ ഇവിടെ നടന്നിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള, ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിരോധിക്കപ്പെട്ട 19 പുസ്തകങ്ങൾ, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, മതരാഷ്ട്രവാദം, ഇതിനകത്തുള്ള ഗ്ലോബൽ സ്പോൺസർഷിപ്പ്, ടെററിസത്തിൻ്റെ ഒരു നെറ്റ്വർക്ക്, ഈ സാധനങ്ങളെല്ലാം നമ്മളിവിടെ ഇതിനകത്തൂടെ ഒളിച്ചു കിടത്താനായിട്ട് ശ്രമിക്കുകയാണ്. മുസ്ലിം ലീഗിലൂടെ ഒളിച്ചു കിടത്താൻ ശ്രമിക്കുകയാണ്. മുസ്ലിം ലീഗിനെ അവർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സെക്യുലർ സ്പേസിനെ ഹൈജാക്ക് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇവിടുത്തെ സംഘടനാ നേതാക്കൾ എന്നുള്ള രീതിയിൽ, ജാതി സംഘടനാ നേതാക്കൾ എന്നുള്ള രീതിയിൽ SNDP യോഗത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ സാറിനും പിന്നെ സുകുമാരൻ നായർ സാറിനും അതിനുള്ള അവകാശമുണ്ട്. അവരതിൻ്റെ കാര്യങ്ങൾ അതല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നതെന്ന് അങ്ങനെ വായിച്ചെടുക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.